ഹായ് ഓൾ, വെൽക്കം ടു സയൻസ് ഫോർ ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ഗ്രൂപ്പ് ഡിയിലെ എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് ദ ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രപ്പോർഷൻ? അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട നിയമങ്ങളുണ്ട്. അതായത് കെമിസ്ട്രിയിലെ റിയാക്ഷൻസിനെ ഒക്കെ തന്നെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവിടെ പ്രായോഗികമാക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട നിയമങ്ങളാണ്. അതിൽ ഒന്നാമത്തെ നിയമമാണ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രപ്പോർഷൻ. NCERT ഈ ഒരു നിയമത്തെ പറ്റിയുള്ള പാരഗ്രാഫ്, അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ള ഒരു പാരഗ്രാഫാണ് നിങ്ങൾ ഈ സ്ലൈഡിൽ കാണുന്നത്. എന്താണ് ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ദിസ് ലോ വാസ് സ്റ്റേറ്റഡ് ബൈ പ്രൗസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പ്രൗസ്റ്റ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് കോൺസ്റ്റൻറ്റ് പ്രപ്പോർഷൻ. പ്രപ്പോർഷൻ ഓർത്തിരിക്കുക, പ്രൗസ്റ്റ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രപ്പോർഷൻ എന്നുള്ള ഈ നിയമം പ്രസ്താവിച്ചത്. നിയമം പറയുന്ന കാര്യം എന്താണ്? ഇൻ എ കെമിക്കൽ സബ്സ്റ്റൻസ് ദ എലമെൻറ്റ്സ് ആർ ഓൾവേസ് പ്രസൻറ്റ് ഇൻ എ ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ബൈ മാസ്. നിങ്ങളൊരു കെമിക്കൽ സബ്സ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ, കെമിക്കൽ സബ്സ്റ്റൻസ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കോമ്പൗണ്ടുകളെയാണ്, സംയുക്തങ്ങളെയാണ്. ആ സംയുക്തങ്ങളെ എടുക്കുകയാണെങ്കിൽ ആ സംയുക്തങ്ങളിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മാസ് റേഷ്യോയിലായിരിക്കും, അവരുടെ മാസ് റേഷ്യോയിലായിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ H2O എന്ന് പറയുന്ന കോമ്പൗണ്ട് എടുക്കുകയാണ്, വാട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനുമാണുള്ളത്. 2 ഹൈഡ്രജനും 1 ഓക്സിജനും. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് ഒരു അറ്റോമിക് മാസ് യൂണിറ്റാണ്. ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് 16 അറ്റോമിക് മാസ് യൂണിറ്റാണ്. അപ്പോൾ ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവുമാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ 2 ആറ്റങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ, ഹൈഡ്രജൻ്റെ 2 ആറ്റങ്ങൾ ഉള്ളത് കൊണ്ട് ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 2 × 1 അറ്റോമിക് മാസ് യൂണിറ്റ്. ഓക്സിജൻ്റെ മാസ് എന്ന് പറയുന്നത് 16 അറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പോൾ നമുക്കൊന്ന് ഈ റേഷ്യോ ഏറ്റവും സിമ്പിളായിട്ട് എഴുതി കഴിഞ്ഞാൽ എത്ര കിട്ടും? 1:8. 1:8 ഹൈഡ്രജൻ ഈസ് ഓക്സിജൻ്റെ എന്ത് റേഷ്യോ എന്ന് പറയുന്നത്? മാസ് റേഷ്യോ, മാസുകളുടെ റേഷ്യോ. അപ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിൽ എവിടെ പോയി വെള്ളം എടുത്തു കഴിഞ്ഞാലും, H2O എടുത്തു കഴിഞ്ഞാലും, അത് കടൽ വെള്ളമാവട്ടെ, ചളിവെള്ളമാവട്ടെ, സോഡ വാട്ടർ ആവട്ടെ, അല്ലെങ്കിൽ ചൊവ്വാഗ്രഹത്തിൽ പോയി വെള്ളം എടുത്തു കഴിഞ്ഞാലും അതിലടങ്ങിയിട്ടുള്ള ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും മാസ് റേഷ്യോ എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. 1:8 എന്ന് പറയുന്നതാണ് ആ ഒരു കോൺസ്റ്റൻറ്റ്. ഇതുപോലെ നിങ്ങൾ ഏത് സംയുക്തങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിലടങ്ങിയിട്ടുള്ള മൂലകങ്ങളുടെ മാസ് റേഷ്യോ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് ഈ ഒരു നിയമം പറയുന്നത്, ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രപ്പോർഷൻ. പ്രസ്താവിച്ചത് ആരാണ്? പ്രൗസ്റ്റാണ്. ഓർത്ത് വെക്കുക, പ്രൗസ്റ്റാണ് പ്രപ്പോർഷനുമായിട്ട് ബന്ധപ്പെട്ടത്. ആ ഒരു സിമിലാരിറ്റി ഓർത്ത് വെക്കുക, പ്രപ്പോർഷൻ. ഓക്കെ, സോ നമുക്ക് ചോദ്യത്തിലേക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് ദ ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രപ്പോർഷൻ എന്നുള്ളതാണ് നിയമം. എ കെമിക്കൽ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് ദ സെയിം എലമെൻറ്റ് ഇൻ ദ സെയിം പ്രപ്പോർഷൻ ബൈ മാസ്. ആറ്റംസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു സ്മോൾ പാർട്ടിക്കിൾ. അല്ല. Elements are always found in random ratio. അല്ല. Mass can neither be created nor be destroyed. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ്. ഒരു രാസസംയുക്തത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളുടെ പിണ്ഡങ്ങൾ തമ്മിലുള്ള അനുപാതം എപ്പോഴും തുല്യമായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഹൗ ഈസ് മോളിക്യുലാർ മാസ് കാൽക്കുലേറ്റഡ്? മോളിക്യുലാർ മാസ് എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിൻ്റെ മാസാണ്. ഈ H2O എന്ന് പറയുന്ന മോളിക്യൂൾ തന്നെ എടുക്കാം. H2O എന്ന് പറയുന്നത് ഒരു മോളിക്യൂളാണ്. ഇവിടെ 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ്. അപ്പോൾ ഇയാളുടെ മോളിക്യുലാർ മാസ് എന്താണ്? ഈ മോളിക്യൂളിൻ്റെ മാസിനെയാണ് മോളിക്യുലാർ മാസ് എന്ന് പറയുന്നത്. 2 ഹൈഡ്രജൻ ആറ്റം, അപ്പോൾ 2 × 1 പ്ലസ് 1 ഓക്സിജൻ ആറ്റം, 1 × 16. ടോട്ടൽ എത്രയാണ്? 18 അറ്റോമിക് മാസ് യൂണിറ്റാണ് H2Oയുടെ ടോട്ടൽ മോളിക്യുലാർ മാസ് എന്ന് പറയുന്നത്. So, molecular mass is calculated by adding all atomic masses of the atoms in a molecule. ഒരു മോളിക്യൂളിലെ എല്ലാ ആറ്റങ്ങളുടെയും അറ്റോമിക് മാസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? മോളിക്കുലാർ മാസ് കിട്ടുക. ഓക്കെ, അടുത്ത ചോദ്യം. യെസ്, മോളിക്കുലാർ മാസിനെ പറ്റി ഒരു NCERT പാരഗ്രാഫ് പറയുന്നുണ്ട്. ദ മോളിക്കുലാർ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ സമ്മാണ്, തുകയാണ്, ഓഫ് ദ അറ്റോമിക് മാസ് ഓഫ് ഓൾ ആറ്റംസ് ഇൻ എ മോളിക്യൂൾ ഓഫ് ദ സബ്സ്റ്റൻസ്. It is therefore the relative mass of a molecule expressed in atomic mass unit എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം. An atom has 11 proton, 11 proton, 11 electron and 12 neutron. What is the mass number of that atom? ഇപ്പോൾ ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാം, ഒരു ആറ്റത്തിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക്
3 സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. എന്തൊക്കെയാണ്? പ്രോട്ടോൺസ് കാണാം, ഇലക്ട്രോൺസ് കാണാം, അതുപോലെ തന്നെ ന്യൂട്രോൺസ് കാണാം. പ്രോട്ടോൺസും ഇലക്ട്രോണും ന്യൂട്രോണും. ഒരു ആറ്റത്തിൻ്റെ കേന്ദ്ര ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ന്യൂക്ലിയസ് എന്ന് വിളിക്കുക. ന്യൂക്ലിയസ് എന്ന് വിളിക്കും. ഈ ന്യൂക്ലിയസിൻ്റെ അകത്ത് ആരൊക്കെയാണ് ഉള്ളത്? പ്രോട്ടോണുകളുണ്ട്, ന്യൂട്രോണുകളുണ്ട്. പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസ് ആണ്. ഇലക്ട്രോൺ എന്താ ചെയ്യുന്നത്? ഇലക്ട്രോൺ ഈ ന്യൂക്ലിയസിനെ വലം വെച്ച് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ആറ്റത്തിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 2 നമ്പറുകളാണ് അറ്റോമിക് നമ്പറും മാസ് നമ്പറും. സപ്പോസ് ഞാനൊരു പുതിയ എലമെൻറ്റ് കണ്ടുപിടിച്ചു, എക്സ് എന്നാണ് അയാളുടെ പേര്. അയാളുടെ അറ്റോമിക് നമ്പറിനെ ഞാൻ സെഡ് എന്ന് പറയുന്ന ആൽഫബറ്റിലൂടെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മാസ് നമ്പറിനെ എ എന്ന് പറയുന്ന ആൽഫബറ്റിലൂടെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ എ എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ, സെഡ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ. ഇനി എന്താണ് ഈ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ആ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദാറ്റ് ആറ്റം. ആറ്റം ന്യൂട്രൽ ആയതുകൊണ്ട് തന്നെ ആറ്റത്തിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എത്ര പ്രോട്ടോണുകളുണ്ടോ അത്ര തന്നെ ഇലക്ട്രോൺ ഉണ്ട് എന്നാണ് അർത്ഥം. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഈ ന്യൂക്ലിയസിൽ ആരൊക്കെ ഉണ്ടോ ആ ന്യൂക്ലിയസിലെ ആൾക്കാരുടെ ടോട്ടൽ സമ്മാണ്. ഇപ്പോൾ ന്യൂക്ലിയസിൽ പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. സോ സം ഓഫ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ഗിവ്സ് യു മാസ് നമ്പർ. ഈ കാര്യങ്ങളാണ് നമുക്ക് ആറ്റത്തിനെ പറ്റിയും മാസ് നമ്പറിനെ പറ്റിയും അറ്റോമിക് നമ്പറിനെ പറ്റിയും മനസ്സിലാക്കാനുള്ളത്. ചോദ്യത്തിലേക്ക് തിരിച്ചു പോവാം. ആൻ ആറ്റം ഹാസ് 11 പ്രോട്ടോൺ. പ്രോട്ടോൺ 11 ഉണ്ട്. അപ്പോൾ അയാളുടെ അറ്റോമിക് നമ്പർ എന്താണ്? സെഡ് 11 ആണ്. എത്ര ഇലക്ട്രോൺ ഉണ്ട്? 11 ഇലക്ട്രോൺ ഉണ്ട്. 12 ന്യൂട്രോൺ ഉണ്ട്. 12 ന്യൂട്രോണും 12 പ്രോട്ടോണും. അപ്പോൾ ഇയാളുടെ മാസ് നമ്പർ എ എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോണിൻ്റെ നമ്പർ പ്ലസ് ന്യൂട്രോണിൻ്റെ നമ്പർ. 11 പ്രോട്ടോൺ പ്ലസ് 12 ന്യൂട്രോൺ എത്ര കിട്ടും? 23 എന്ന് കിട്ടും. സോ ഇയാളുടെ മാസ് നമ്പർ എത്രയാണ്? 23 ആണ്. അറ്റോമിക് നമ്പർ എത്രയാണ്? 11 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഡിഫൈൻസ് ഫോർമുല യൂണിറ്റ്? ഫോർമുല യൂണിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പറയും. എന്താണ് ഈ ഫോർമുല യൂണിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? The formula unit mass of a substance is the sum of atomic mass of all atoms in a formula unit of a compound. Formula unit mass is calculated in the same manner as we calculated the molecular mass. ഒരു സാധാരണ കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ മാസ് കണക്കാക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും വാല്യൂ കണക്കാക്കുന്നത്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ദ ഡിഫറൻസ് ഈസ് ദാറ്റ് വി യൂസ് ദ വേർഡ് ഫോർമുല യൂണിറ്റ് ഫോർ ദോസ് സബ്സ്റ്റൻസ് ഹൂസ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആർ അയോൺ. അയോണുകളായിട്ട് നിലനിൽക്കുന്ന കോമ്പൗണ്ടുകളെയാണ് അല്ലെങ്കിൽ കോമ്പൗണ്ടിലെ വസ്തുക്കൾ അയോണുകളായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഫോർമുല യൂണിറ്റ് മാസ് എന്നുള്ള പദം ഉപയോഗിക്കും. H2O എന്ന് പറയുമ്പോൾ അവിടെ അയോണുകളായിട്ടല്ല ഈ പറഞ്ഞ ഹൈഡ്രജനും ഓക്സിജനും എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇയാളുടെ എന്താണെന്നാണ് നമ്മൾ പറയുക? മോളിക്കുലാർ മാസ് എന്നാണ് പറയുക. പക്ഷേ അതേസമയം നമ്മൾ NaCl നോക്കിക്കഴിഞ്ഞാൽ സോഡിയം പ്ലസ് അയോണായിട്ടും Cl ക്ലോറൈഡ് അയോണായിട്ട് Cl മൈനസ് അയോണുമായിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇയാളുടെ NaClൻ്റെ മോളിക്കുലാർ മാസ് എന്നല്ല നമ്മൾ പറയുക, ഫോർമുല യൂണിറ്റ് മാസ് എന്നാണ്. ബാക്കിയെല്ലാം സെയിം ആണ്. മോളിക്കുലാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ സോഡിയം ക്ലോറൈഡിൻ്റെ ഫോർമുല യൂണിറ്റ് മാസും കണ്ടെത്തുന്നത്. സോഡിയം ക്ലോറൈഡിൻ്റെ ഫോർമുല യൂണിറ്റ് മാസ് എന്ന് പറയുന്നത് സോഡിയത്തിൻ്റെ മാസ് 23, ഒറ്റ സോഡിയം ആറ്റം. ക്ലോറിൻ്റെ മാസ് 35.5, ഒരു ക്ലോറിൻ ആറ്റം. ടോട്ടൽ 58.5 യൂണിറ്റാണ് നമ്മുടെ സോഡിയം ക്ലോറൈഡിൻ്റെ ഫോർമുല യൂണിറ്റ് മാസ്. അപ്പോൾ എന്താണ് ഫോർമുല യൂണിറ്റ് മാസ് എന്ന് പറയുന്നത്? ഫോർമുല യൂണിറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം ഗ്രൂപ്പ് ഡി എക്സാമിന്. സം ഓഫ് അറ്റോമിക് മാസ് ഓഫ് ഓൾ ആറ്റംസ് ഇൻ ദ ഫോർമുല യൂണിറ്റ് ഓഫ് എൻ അയോണിക് കോമ്പൗണ്ട്. ഒരു അയോണിക് കോമ്പൗണ്ടിലെ എല്ലാ ആറ്റങ്ങളുടെയും ആ ഒരു ഫോർമുല യൂണിറ്റിൽ അടങ്ങിയിട്ടുള്ള ടോട്ടൽ മാസിനെയാണ് നമ്മൾ ഫോർമുല യൂണിറ്റ് മാസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രപ്പോർഷൻ? ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രപ്പോർഷനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള വസ്തുതകൾ എന്തൊക്കെയാണ്? ഇൻ വാട്ടർ H2O, വാട്ടറിൽ എന്താണ്? ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും മാസ് റേഷ്യോ 1:8 ആണ്. ശരിയാണ് അല്ലേ? ദ റേഷ്യോ ഓഫ് കാർബൺ ആൻഡ് ഓക്സിജൻ ഇൻ കാർബൺ ഡയോക്സൈഡ് ഈസ് ഓൾവേസ് 3:8. കാർബൺ ഈസ് ടു ഓക്സിജൻ. ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസ് 12 യൂണിറ്റ് ആണ്, ഒരു ഓക്സിജൻ്റെ 16 യൂണിറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു കാർബൺ 2 ഓക്സിജൻ. അപ്പോൾ 12:2 ഓക്സിജൻ ഉള്ളത് കൊണ്ട് 2 × 16,
2×16 നമുക്ക് എത്ര കിട്ടും? 6:16 എന്ന് കിട്ടും. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ 3:8 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിലെ കാർബണിൻ്റെയും ഓക്സിജൻ്റെയും മാസ് റേഷ്യോ എല്ലായ്പ്പോഴും എന്തായിരിക്കും? 3:8 ആയിരിക്കും. 3:8 കറക്റ്റാണ്. ഇൻ അമോണിയ, നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ ആർ ഓൾവേസ് പ്രസൻറ്റ് ഇൻ 14:1. അമോണിയ എന്ന് പറയുമ്പോൾ NH3. അമോണിയയിൽ നൈട്രജനും ഹൈഡ്രജനും ഏത് റേഷ്യോയിലാണ്? നൈട്രജൻ്റെ മാസ് എന്ന് പറയുന്നത് 14 യൂണിറ്റും ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുന്നത് 1 യൂണിറ്റും. N/H എന്ന് പറയുന്നത് 14:3:1. 3 ആറ്റങ്ങളുണ്ട് അല്ലേ? ഇപ്പോൾ 14:3 ആയിരിക്കും. 14:3 ഇവിടെ ചോദ്യത്തിൽ 14:1 എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ളതാണ്. ഇപ്പോൾ ഓൺലി A and B ആർ കറക്റ്റ്. ഓപ്ഷൻ ഡി. അപ്പോൾ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുള്ള ആറ്റങ്ങളുടെ മാസാണ് നിങ്ങൾ ഈ ടേബിളിൽ കാണുന്നത്. ഇത്രയും ആറ്റങ്ങളുടെ മാസ് നിങ്ങൾ എന്ത് ചെയ്യണം? ബൈ ഹാർട്ടാക്കി പഠിക്കണം, നിർബന്ധമാണ്. ഇത് വെച്ച് മാത്രമേ അവർ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുള്ളൂ. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് 1 യൂണിറ്റ്. അറ്റോമിക് മാസ് യൂണിറ്റിലാണ് നമ്മൾ ഇവരുടെ വെയിറ്റ് പറയുന്നത്. കിലോഗ്രാമിലോ ഗ്രാമിലോ ഒന്നുമല്ല, U എന്ന് പറയും, അറ്റോമിക് മാസ് യൂണിറ്റ്. ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസ് 12 യൂണിറ്റ്, നൈട്രജൻ ആറ്റത്തിൻ്റെ മാസ് 14, ഓക്സിജൻ്റെ 16, സോഡിയത്തിൻ്റെ 23, മഗ്നീഷ്യത്തിൻ്റെ 24, സൾഫറിൻ്റെ 32, ക്ലോറിൻ്റെ 35.5, കാൽസ്യത്തിൻ്റെ 40. ഇനി വാട്ടറിൽ അടങ്ങിയിട്ടുള്ള ഹൈഡ്രജൻ ഈസ്റ്റ് ഓക്സിജൻ റേഷ്യോ 1:8, അമോണിയയിൽ നൈട്രജൻ ഈസ്റ്റ് ഹൈഡ്രജൻ 14:3, കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബൺ ഈസ്റ്റ് ഓക്സിജൻ 3:8. അപ്പോൾ ഈ ഒരു അറ്റോമിക് മാസുകൾ ബൈ ഹാർട്ടാക്കി വെക്കുക. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് എക്സ്പ്ലെയിൻ വൈ ഐസോടോപ്സ് ഓഫ് എൻ എലമെൻറ്റ് ഹാവ് ഐഡൻറ്റിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ബട്ട് ഡിഫറെൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്? ഐസോടോപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ ഐസോടോപ്പുകൾ എന്നതിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? Isotopes are those chemical species which have the same atomic number but different number. Same atomic number ആണ്, പക്ഷേ ഡിഫറൻ്റ് ആയിട്ടുള്ള മാസ് നമ്പർ ആണ്. എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ്റെ 3 ഐസോടോപ്പുകളുണ്ട്. 1H1, 1H2, 1H3. 3 പേരുടെയും എന്ത് സെയിം ആണ്? അറ്റോമിക് നമ്പർ 1 ആണ്. പക്ഷേ 3 പേരുടെയും മാസ് നമ്പർ എന്താണ്? ഡിഫറൻ്റ് ആണ്. അങ്ങനെയുള്ള സ്പീഷീസുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഐസോടോപ്പുകളുടെ അറ്റോമിക് നമ്പർ സെയിം ആണ് എന്ന് വെച്ചാൽ അവരുടെ എല്ലാവരുടെയും പ്രോട്ടോണിൻ്റെ എണ്ണം സെയിം ആണ്. പ്രോട്ടോണിൻ്റെ എണ്ണം സെയിം ആയത് കാരണം തന്നെ പ്രോട്ടോണിൻ്റെ നമ്പറാണ് ഇലക്ട്രോണിൻ്റെ നമ്പർ. ഇപ്പോൾ ഇലക്ട്രോണിൻ്റെ നമ്പറും എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. നമുക്ക് നോക്കാം. ഐസോടോപ്പ് ഡിഫർ ഇൻ ദർ നമ്പർ ഓഫ് പ്രോട്ടോൺ ലീഡിങ് ടു ഡിഫറെൻറ്റ് ബിഹേവിയേഴ്സ്. ഡിഫർ അല്ല, സെയിം ആണല്ലേ. Isotopes have completely different atomic structure affecting both their physical and chemical properties. Isotopes have the same atomic number but differ in their number of neutron which affects physical properties. Isotopes have the same number of protons and neutron but different electron. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഐസോടോപ്പുകൾക്ക് സെയിം അറ്റോമിക് നമ്പറാണ്, പക്ഷേ ന്യൂട്രോണിൻ്റെ എണ്ണത്തിൽ അവർക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഒരു വ്യത്യാസം കാണിക്കുന്നത്. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ അറ്റോമിക് മാസ് ഓഫ് കാർബൺ 13 ഐസോടോപ്പ്? കാർബണ് 3 ഐസോടോപ്പുകളാണ് ഉള്ളത്. കാർബൺ 12, കാർബൺ 13, കാർബൺ 14. ഓരോന്നിൻ്റെയും മാസ് നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കാർബൺ 13ൻ്റെ മാസ് എത്രയായിരിക്കും? 13 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയും. AMU അല്ലെങ്കിൽ U. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്ന നിയമം പ്രസ്താവിച്ചത് ആൻറ്റോയിൻ ലാവോസിയർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ലാവോസിയെ പറയുന്ന ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൽ പറയുന്നത് എന്താണ്? ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുമ്പോൾ അവിടെ മാസ് നിങ്ങൾക്ക് ഉണ്ടാക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ആരാണ് പ്രസ്താവിച്ചത്? ലാവോസിയാണ്. Okay? Yes. So the law of conservation of mass states that mass can neither be created nor destroyed in a chemical reaction. Option B. Which of the following best explain the term formula unit mass? Formula unit mass പിന്നെയും ഒരു ചോദ്യമായിട്ട് വന്നിരിക്കുകയാണ്. The total mass of all atoms in one formula unit of a compound. ഒരു കോമ്പൗണ്ടിലെ അയോണിക് കോമ്പൗണ്ടിലെ ഒരു ഫോർമുല യൂണിറ്റിലെ എല്ലാ ആറ്റങ്ങളുടെയും മാസാണ് ഫോർമുല യൂണിറ്റ് മാസ്. NaCl ഓർത്ത് വെച്ചാൽ മതി, സോഡിയം ക്ലോറൈഡ്.
വാട്ട് ഈസ് ദ മാസ് നമ്പർ ഓഫ് എ ന്യൂട്രൽ ആറ്റം വിത്ത് 11 ഇലക്ട്രോൺ 11 പ്രോട്ടോൺ ആൻഡ് 12 ന്യൂട്രോൺ? 11 പ്രോട്ടോൺ 12 ന്യൂട്രോൺ. 11 + 12 23 എന്ത് മാസ് നമ്പർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ. Which of the following statement is or are correct? The formula unit mass of calcium chloride is 111U. 111U. The formula unit mass is calculated in the same manner as we calculate molecular mass. ശരിയാണ് അല്ലേ? The formula unit mass is calculated in a manner that is different to how we calculate molecular mass. ഡിഫറൻ്റ് ആയിട്ടല്ല, സെയിം ആയിട്ട് തന്നെയാണ്. കാൽസ്യം ക്ലോറൈഡിൻ്റെ മാസ് കണ്ടുപിടിക്കുക എന്നുള്ളത് NCERT നൽകിയിട്ടുള്ള ഒരു എക്സാമ്പിൾ ചോദ്യമാണ്. അപ്പോൾ അറ്റോമിക് മാസ് ഓഫ് കാൽസ്യം പ്ലസ് 2 ഇൻറ്റു അറ്റോമിക് മാസ് ഓഫ് ക്ലോറിൻ 40 + 2 ഇൻറ്റു 35.5 ഗിവ്സ് 40 + 71 111 യൂണിറ്റ്. 111 യൂണിറ്റ്. ഓപ്ഷൻ, അതായത് എയും ബിയും ശരിയാണ്, പക്ഷേ എന്ത് തെറ്റാണ്? സി തെറ്റാണ്. ഈസ് ആർ കറക്റ്റ് എന്നാണ്. ഓൺലി എ ആൻഡ് ബി. ഓൺലി എ ആൻഡ് ബി. ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചൂസ് ചെയ്യാനാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1, മോളിക്കുലാർ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ സം ഓഫ് അറ്റോമിക് മാസ് ഓഫ് ഓൾ ആറ്റംസ് ഇൻ എ മോളിക്യൂൾ ഓഫ് സബ്സ്റ്റൻസ്. ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റിലേറ്റീവ് മാസ്. റിലേറ്റീവ് മാസ് എന്നും പറയും. കാര്യം നമ്മൾ അവിടെ എടുത്തിരിക്കുന്ന എല്ലാ ആറ്റങ്ങളുടെയും മാസ് പറയാൻ എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അയാളെ അപേക്ഷിച്ചിട്ടാണ് എത്ര ഇരട്ടി എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. ഒരു കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ 12 കഷ്ണങ്ങളിൽ ഒരു കഷ്ണത്തിനെയാണ് 1/12 മാസ് ഓഫ് 1/12 മാസ് ഓഫ് കാർബൺ 12 ഐസോട്ടോപ്പ്. കാർബൺ 12 ഐസോട്ടോപ്പ് ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. കാർബൺ 12 എന്നുള്ള ഐസോട്ടോപ്പിനെ എടുത്ത് അതിനെ 12 കഷ്ണങ്ങളായിട്ട് ഭാഗിച്ച് അതിൽ ഒരു കഷ്ണം ഒരു കഷ്ണം അല്ലെങ്കിൽ ഒരു കട്ട വെച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാ മൂലകങ്ങളുടെയും മാസ് നമ്മൾ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ 1 AMU അല്ലെങ്കിൽ 1 U എന്നൊക്കെ പറയുന്നത്, അറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പോൾ റിലേറ്റീവ് ആണ്, നമ്മൾ ആപേക്ഷികമായിട്ടാണ് കണക്കാക്കുന്നത്. ആരെ അപേക്ഷിച്ച്? കാർബൺ 12ൻ്റെ 1/12 ഭാഗം ഉപയോഗിച്ച്. സോ റിലേറ്റീവ് ആണ്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ അറ്റോമിക് മാസ് യൂണിറ്റ് U എന്നാണ് ഉപയോഗിക്കുക. 3 സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1, 2, 3 ആർ കറക്റ്റ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് 1961 കാർബൺ 12 ഐസോട്ടോപ്പ് സ്റ്റാൻഡേർഡ് റെഫറൻസ് ആയി ചൂസ് ചെയ്തത്. 1 അറ്റോമിക് മാസ് യൂണിറ്റ് ഈസ് എ മാസ് യൂണിറ്റ് ഈക്വൽ ടു 1/12 മാസ് ഓഫ് 1 ആറ്റം ഓഫ് കാർബൺ 12. അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ മോളിക്കുലാർ മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്? കാർബൺ ഡയോക്സൈഡിൻ്റെ ടോട്ടൽ മാസ്. ഒരു കാർബണിൻ്റെ 12, 2 ഓക്സിജൻ ഉണ്ട്, പ്ലസ് 2 × 16, 32 + 12 44 യൂണിറ്റ്. 44 യൂണിറ്റാണ് ഇയാളുടെ മാസ്. ഓപ്ഷൻ ബി. ദ മോളിക്കുലാർ മാസ് ഓഫ് HNO3 നൈട്രിക് ആസിഡ് ഈസ് 63 അറ്റോമിക് മാസ് യൂണിറ്റ്. വാട്ട് ഈസ് ദ അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ? ഓക്സിജൻ്റെ അറ്റോമിക് മാസാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എത്രയേ ഉള്ളൂ? ഒരു ഓക്സിജൻ്റെ 16 യൂണിറ്റാണ്. ഒരു ഓക്സിജൻ്റെ 16 യൂണിറ്റാണ്. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 യൂണിറ്റാണ്. ഓപ്ഷൻ ബി. വാട്ട് ഈസ് ദ കറക്റ്റ് ഡെഫിനേഷൻ ഓഫ് അറ്റോമിക് മാസ്? എന്താണ്? ഇറ്റ് ഈസ് എ മാസ് റിലേറ്റീവ് ടു കാർബൺ 12 ആറ്റം. ഇറ്റ് ഈസ് എ മാസ് റിലേറ്റീവ് ടു കാർബൺ 12 ആറ്റം. ഓപ്ഷൻ ബി. ദ കാൽക്കുലേറ്റഡ് ഫോർമുല യൂണിറ്റ് മാസ് ഓഫ് Na2SO4. Na2SO4ൻ്റെ മാസ് എത്ര? ഒരു സോഡിയം ആറ്റത്തിൻ്റെ മാസ് 23 യൂണിറ്റ്. ഒരു സൾഫർ ആറ്റത്തിൻ്റെ മാസ് 32 യൂണിറ്റ്. ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് 16 യൂണിറ്റ്. ഇനി ഇവിടെ എത്ര സോഡിയം ഉണ്ട്? 2 സോഡിയം ഉണ്ട്. അപ്പോൾ 2 × 23 പ്ലസ് ഒരു സൾഫർ 32 പ്ലസ് 4 ഓക്സിജൻ 4 × 16 46 പ്ലസ് 32 പ്ലസ് 64 അല്ലേ? 4 + 2 6 + 6 12 പ്ലസ് 1 5 + 3 8 8 + 6 14 142 യൂണിറ്റ്. 142 യൂണിറ്റാണ് ഇയാളുടെ മാസ്. ഓപ്ഷൻ സി. The formula unit mass of a substance is the sum of the atomic mass of all atoms in a formula unit of a compound. അങ്ങനെയാണ് ഡെഫിനിഷൻ പറയുന്നത്. ചിത്രത്തിൽ നമ്മൾ പാരഗ്രാഫ് വായിച്ചു, അതിലെ ഡെഫിനിഷൻ അങ്ങനെയാണ് പറയുന്നത്. ഓപ്ഷൻ ബി, കോമ്പൗണ്ട്.
വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് ആൻ അയോൺ. അയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അയോൺ എന്ന് പറഞ്ഞാൽ ചാർജുള്ള സ്പീഷീസുകളെയാണ് നമ്മൾ എന്ത് പറയുക? അയോണുകൾ എന്ന് പറയാം. കോമ്പൗണ്ട്സ് കമ്പോസ്ഡ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽ കണ്ടെയ്ൻസ് ചാർജ്ഡ് സ്പീഷീസ്. ദ ചാർജ്ഡ് സ്പീഷീസ് ആർ നോൺ ആസ് അയോൺ. അയോൺ ആണോ? അവർക്ക് എന്തുണ്ട്? ചാർജ് ഉണ്ട്. അയോണിന് പോസിറ്റീവ് ചാർജ് ആവാം, നെഗറ്റീവ് ചാർജ് ആവാം. നെഗറ്റീവ് ചാർജുള്ള അയോണിനെയാണ് ആനയോൺ എന്ന് വിളിക്കുക. പോസിറ്റീവ് ചാർജുള്ള അയോണിനെയാണ് കാറ്റയോൺ എന്ന് വിളിക്കുക. ഓക്കെ, സോ എന്താണ് ആൻസർ? An atom or a group of atom with a net electric charge. നെറ്റ് ഇലക്ട്രിക് ചാർജിനെയാണ് അയോൺ എന്ന് വിളിക്കുന്നത്. ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രപ്പോസ് ചെയ്ത ആരാണ്? ആന്റോയിൻ ലാവോസിയർ ആണ്. ഓപ്ഷൻ ഡി. ഹൗ ഈസ് ദ മാസ് നമ്പർ ഓഫ് ആൻ ആറ്റം കാൽക്കുലേറ്റഡ്? ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്പർ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്പർ എ. മാസ് നമ്പർ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ഇൻ ദ ന്യൂക്ലിയസ്. ഇവർ രണ്ടുപേരും എന്തിലാണ്? ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗത്ത് അഥവാ ന്യൂക്ലിയസിലാണ്. ഓപ്ഷൻ ബി. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ആക്യുറേറ്റ്ലി ഡിസ്ക്രൈബ്സ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പ്രോട്ടോൺസ് ഇൻ എൻ ആറ്റം? പ്രോട്ടോണിൻ്റെ സവിശേഷത എന്താണ്? ദേ ആർ ലൊക്കേറ്റഡ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് എൻ ആറ്റം. ശരിയാണ്, ന്യൂക്ലിയസിലാണ്. ദേ ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. ശരിയല്ല, തെറ്റാണ്. ദേ ഹാവ് നെഗ്ലിജിബിൾ മാസ് കമ്പയർഡ് ടു ഇലക്ട്രോൺ. അല്ല. ദേ റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ഫിക്സഡ് ഓർബിറ്റ്. അല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് ഫോർ മാസ് നമ്പർ? മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ. ഈ പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പ്രോട്ടോണിനെയും ന്യൂട്രോൺസിനെയും നമ്മൾ വിളിക്കുന്ന പേര് ന്യൂക്ലിയോൺസ് എന്നും വിളിക്കും. കാരണം ഇവർ താമസിക്കുന്ന എന്തിൻ്റെ അകത്താണ്? ന്യൂക്ലിയസിൻ്റെ അകത്താണ്. ഐസോബാർ ഹാവ് സെയിം മാസ് നമ്പർ. ഐസോടോപ്പിന് സെയിം അറ്റോമിക് നമ്പർ ആണെങ്കിൽ ഐസോബാറിന് സെയിം മാസ് നമ്പർ ആണ്. ഓർത്ത് വെക്കുക. പ്രോട്ടിയം ആൻഡ് ഡ്യൂട്ടീരിയം ഹാവ് ദ സെയിം മാസ് നമ്പർ. പ്രോട്ടിയം എന്ന് പറയുന്നത് 1H1 ആണ്. ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത് 1H2 ആണ്. രണ്ടിൻ്റെയും മാസ് നമ്പർ ഡിഫറൻ്റ് ആണ്. പ്രോട്ടിയത്തിൻ്റെ 1ഉം ഡ്യൂട്ടീരിയത്തിൻ്റെ 2ഉമാണ് മാസ് നമ്പർ. സോ ഇൻകറക്റ്റ് എന്താണ്? പ്രോട്ടിയം ആൻഡ് ഡ്യൂട്ടീരിയം ഹാവ് സെയിം മാസ് നമ്പർ എന്ന് പറയുന്നതാണ്. ദേ ഹാവ് ഡിഫറെൻറ്റ് മാസ് നമ്പർ ആണ്. ഓപ്ഷൻ ഡി. വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് റെപ്രസെൻറ്റ് ഐസോബാർ? ഐസോബാർ എന്ന് പറഞ്ഞാൽ എന്താ? സെയിം മാസ് നമ്പർ ആയിരിക്കും, പക്ഷേ എന്ത് ഡിഫറൻ്റ് ആയിരിക്കും? അറ്റോമിക് നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും. അറ്റോമിക് നമ്പർ ഡിഫറൻ്റ് ആണ്. അങ്ങനെയുള്ള സ്പീഷീസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഐസോബാർ എന്ന് വിളിക്കുക. 235 യുറേനിയം 92, 238 യുറേനിയം 92. രണ്ടിനും അറ്റോമിക് നമ്പർ സെയിം ആണ്, മാസ് നമ്പർ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇതെന്താണ്? ഐസോടോപ്പുകളാണ്. ഓപ്ഷൻ എ അല്ല. 15 ഓക്സിജൻ 8, 16 ഓക്സിജൻ 8. രണ്ടിൻ്റെ അറ്റോമിക് നമ്പർ സെയിം ആണ്. അപ്പോൾ ഇവരും ഐസോടോപ്പാണ്. 15 നൈട്രജൻ 7, 16 ഓക്സിജൻ 8. രണ്ടിൻ്റെ അറ്റോമിക് നമ്പറും ഡിഫറൻ്റ് ആണ്, മാസ് നമ്പറും ഡിഫറൻ്റ് ആണ്. 40 പൊട്ടാസ്യം 19, 40 ആർഗൺ 18. അറ്റോമിക് നമ്പർ വ്യത്യസ്തമാണ്, പക്ഷേ എന്ത് സെയിം ആണ്? മാസ് നമ്പർ സെയിം ആണ്. അപ്പോൾ ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഐസോബാർ എന്ന് വിളിക്കുക. ഐസോബാർ. ഓപ്ഷൻ ഡി. ദ മോളിക്കുലാർ മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് എന്താ? ഒരു കാർബണിൻ്റെ 12 പ്ലസ് 2 ഓക്സിജൻ എന്ന് പറയുമ്പോൾ 2 × 16 ടോട്ടൽ 44 AMU അല്ലെങ്കിൽ 44 U. ഓപ്ഷൻ സി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് ഡിഫൈൻസ് ദ ടേം? ഈ പറഞ്ഞ കോൺസെപ്റ്റുകൾ തന്നെയാണ് പിന്നെയും ചോദിക്കുന്നത്. ഓപ്ഷൻ എ, ദ സം ഓഫ് അറ്റോമിക് മാസ് ഓഫ് ദ അയോൺസ് ഇൻ ആൻ അയോണിക് കോമ്പൗണ്ട് ആസ് റെപ്രസെൻറ്റഡ് ബൈ ഇറ്റ്സ് ഫോർമുല. എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഫോർമുല യൂണിറ്റ് മാസ് എന്ന് പറയുമ്പോൾ NaCl. ഫോർമുല യൂണിറ്റ് മാസ് ഈസ് പിന്നെയും ചോദിച്ചിരിക്കുകയാണ്. ദ സം ഓഫ് atomic masses of all atoms in a formula unit of a compound. Option C. Which statement best support law of constant proportion? നോക്കിക്കേ, വാട്ടർ ഫ്രം 2 സോഴ്സസ് വിത്ത് ഐഡൻറ്റിക്കൽ കമ്പോസിഷൻ. ഓക്കെ, നമ്മൾ വെള്ളം എവിടെ നിന്ന് എടുത്താലും വെള്ളത്തിലുള്ള ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെ റേഷ്യോ എത്രയായിരിക്കും എന്ന് പറഞ്ഞു? 1:8 ആയിരിക്കും. ഓപ്ഷൻ ബി. According to law of constant proportion, H2O will always contain H:O in the ratio 1:8. 1:8. Option D. Formula unit mass is defined as the sum of atomic mass of all atoms in a formula unit of an ionic compound. Option C.
വാട്ട് ഡസ് ഫോർമുല യൂണിറ്റ്, ഏറ്റവും കൂടുതൽ ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിരിക്കുന്ന ഫോർമുല യൂണിറ്റ് മാസ് ആണ് ഗ്രൂപ്പ് ഡി എക്സാമിന്. സം ഓഫ് അറ്റോമിക് മാസ് ഓഫ് ഓൾ ആറ്റംസ് ഇൻ എ കോമ്പൗണ്ട്. ഓൾ ആറ്റംസ് ഇൻ എ കോമ്പൗണ്ട്. ഓക്കെ, ഫോർമുല യൂണിറ്റ് മാസ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് അനാലജീസ് ഡിഡ് തോംസൺ യൂസ് ടു ഡിസ്ക്രൈബ് ഹിസ് അറ്റോമിക് മോഡൽ. തോംസൺ മോഡൽ ഓഫ് ആറ്റം, ആറ്റത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡൽ. അതിൽ അദ്ദേഹം പ്രപ്പോസ് ചെയ്ത ആറ്റത്തിൻ്റെ ഷേപ്പ് എന്തുമായിട്ട് സിമിലർ ആണെന്ന് പറഞ്ഞു? ഒരു ക്രിസ്മസ് പുഡിംഗ് അല്ലെങ്കിൽ ഒരു വാട്ടർ മെലൺ. അതുകൊണ്ട് ഇതിനെ പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർ മെലൺ മോഡൽ എന്നൊക്കെ ജെ തോംസൻ്റെ മോഡലിനെ വിളിക്കാറുണ്ട്. ഇപ്പോൾ എന്താ പറയുക? ക്രിസ്മസ് പുഡിംഗ് അല്ലേ? അനാലജി, സിമിലാരിറ്റി എന്താണ്? ക്രിസ്മസ് പുഡിങ്ങിനാണ്. വാട്ട് ഈസ് ദ മാസ് നമ്പർ ഓഫ് എൻ എലമെൻറ്റ് ഡിഫൈൻഡ് ആസ്? മാസ് നമ്പർ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സം ഓഫ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ. സം ഓഫ് പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ, ഓപ്ഷൻ സി. വാട്ട് ഈസ് ദ മാസ് നമ്പർ ഓഫ് എൻ എലമെൻറ്റ് ഡിഫൈൻഡ് ആസ്? ഓക്കെ, ചോദ്യം റിപ്പീറ്റ് ചെയ്താണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിറ്റർമൈൻസ് ദ സൈസ് ഓഫ് എൻ ആറ്റം? ആറ്റത്തിൻ്റെ സൈസ്. ഒരു ആറ്റത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് അതിൻ്റെ ചുറ്റിലുമുള്ള ഇലക്ട്രോണിൻ്റെ ക്ലൗഡ്. ഇലക്ട്രോണിനെ നമ്മൾ ക്ലൗഡ് എന്നാണ് പറയുക. കാര്യം ഒരു ഇലക്ട്രോണിൻ്റെ സ്ഥാനം പുതിയ തിയറി അനുസരിച്ച്, ക്വാണ്ടം തിയറി അനുസരിച്ച് ഇലക്ട്രോണിൻ്റെ സ്ഥാനം നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇലക്ട്രോണിൻ്റെ സാധ്യത, ഇലക്ട്രോൺ നിലനിൽക്കാനുള്ള ആ ഒരു പൊസിഷൻ്റെ സാധ്യത മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇലക്ട്രോണിനെ നമ്മളൊരു ക്ലൗഡായിട്ടാണ് പറയുക, ഇലക്ട്രോൺ ക്ലൗഡ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ ക്ലൗഡിൻ്റെ സൈസ് എത്രയാണോ അതുപോലെ ആയിരിക്കും ആറ്റത്തിൻ്റെ സൈസ് വരിക. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇലക്ട്രോൺ ക്ലൗഡ്, ഓപ്ഷൻ എ. ദ ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ അപ്ലൈസ് ടു പ്യുവർ കെമിക്കൽ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിൻ്റെ അകത്തെ എലമെൻറ്റിൻ്റെ മാസ് റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ. ദ യൂണിറ്റ് ഓഫ് ഫോർമുല യൂണിറ്റ് മാസ്. സോഡിയം ക്ലോറൈഡിൻ്റെ മാസ് എത്രയായിരുന്നു? 23 സോഡിയത്തിൻ്റെ മാസ് അല്ലേ? 23 സോഡിയത്തിൻ്റെ മാസ്, 35.5 ക്ലോറിൻ്റെ മാസ്, 58.5 യു ആണ് സോഡിയം ക്ലോറൈഡിൻ്റെ മാസ്. യു എന്നാണ് പറയുക അല്ലേ? യു, അറ്റോമിക് മാസ് യൂണിറ്റ്, ഓപ്ഷൻ എ. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് കാർബൺ ടു ഓക്സിജൻ ബൈ മാസ് ഇൻ കാർബൺ ഡയോക്സൈഡ്? കാർബൺ ഈസ് ടു ഓക്സിജൻ മാസ് റേഷ്യോ എത്രയാണ്? 3:8 ആണ്. 3:8, ഓപ്ഷൻ എ. Which statement from the following correctly defines the law of constant proportion? Law of constant proportion. The mass of a compound is always greater than. അതല്ല, a compound always contain elements in a fixed ratio by mass. അതാണ് law of constant proportion. ജോസഫ് പ്രൗസ്റ്റ് പ്രസ്താവിച്ച നിയമമാണ്. Which of the following statement about law of conservation of mass is correct? Mass can be changed. അല്ല, mass is constant ആണ് അല്ലേ? ഡ്യൂറിങ് ദ കെമിക്കൽ റിയാക്ഷൻ ആറ്റംസ് ആർ റീഅറേഞ്ച്ഡ്. അതെ, ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുമ്പോൾ ആറ്റത്തിൻ്റെ റീഅറേഞ്ച്മെൻറ്റ് സംഭവിക്കാറുണ്ട്. മാസ് വിത്തിൻ എ ക്ലോസ്ഡ് സിസ്റ്റം റിമൈൻസ് ദ സെയിം ഓവർ ടൈം. ശരിയാണ്, മാസ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓൺലി ബി ആൻഡ് സി. ഓൺലി ബി ആൻഡ് സി. ഓൺലി ബി ആൻഡ് സി. ഓൺലി ബി ആൻഡ് സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് ഡിഫൈൻസ് ഫോർമുല യൂണിറ്റ് മാസ്? പിന്നെയും ആവർത്തിക്കപ്പെട്ടു. ഇറ്റ് ഈസ് ദ സം ഓഫ് അറ്റോമിക് മാസ് ഓഫ് ഓൾ ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ ഫോർമുല യൂണിറ്റ് ഓഫ് എൻ അയോണിക് കോമ്പൗണ്ട്, ഓപ്ഷൻ ഡി. വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി റെപ്രസെൻറ്റ്സ് ദ മാസ് നമ്പർ ഓഫ് എൻ എലമെൻറ്റ്? മാസ് നമ്പർ, ഇറ്റ് ഈസ് ദ സം ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ ഓഫ് ദ കോമ്പൗണ്ട് വാട്ടർ? A chemical compound always contain the same elements combined in a fixed ratio by mass. അതാണ് law of constant proportion. The law of conservation of mass states that matter can neither be created nor be destroyed in a chemical reaction, option D. The molecular mass of a compound is 63U if it contains 1 hydrogen atom, 3 oxygen atom, the atomic mass of remaining element.
ഒരു ഹൈഡ്രജൻ ഉണ്ട്, 3 ഓക്സിജൻ ഉണ്ട്, വേറെ ഏതോ ഒരു എലമെൻറ്റ് എക്സ് എന്ന് പേരിടാം. ഇവരുടെ ടോട്ടൽ മാസ് എത്രയാണ്? 63. ഒരു ഹൈഡ്രജൻ്റെ മാസ് 1 യൂണിറ്റ് പ്ലസ് എക്സിൻ്റെ മാസ് അറിയില്ല, ഒരു ഓക്സിജൻ്റെ മാസ് 16 യൂണിറ്റ്. അപ്പോൾ 3 × 16 48 സമം 63. അപ്പോൾ എക്സ് പ്ലസ് 49 എത്രയാണ്? എക്സ് പ്ലസ് 49 63 അല്ലേ? അപ്പോൾ എക്സ് എത്രയായിരിക്കും? 63 മൈനസ് 49 എത്ര കിട്ടും? 4 1 14 യൂണിറ്റ്. 14 യൂണിറ്റാണ് മാസ്. ഓക്കെ, സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്റർ എന്താ കമ്പാരിറ്റീവ്ലി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ആ ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു PDF കിട്ടാനായിട്ട് നിങ്ങൾ ഈ ഒരു സ്കാനർ കോഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ മറ്റൊരു സെഷനുമായിട്ട് മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.